വെള്ളി നക്ഷത്രത്തിൻ്റെ തുടക്കകാലത്ത്, അതായത് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ കുറേ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും അത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് എന്നെയും എൻ്റെ സുഹൃത്തായ NV അജിത്ത്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പല സ്ഥലത്തും സഞ്ചരിക്കുകയും ഇതൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോയത്. അപ്പം വീക്കിലി തുടക്കം കുറിച്ചിട്ടില്ല, അപ്പോൾ അതിന് മുൻപായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര. അപ്പോൾ അതിൻ്റെ എഡിറ്റർ ശ്രീ പ്രസാദ് ലക്ഷ്മണൻ ഞങ്ങളെയാണ് അതിനെ നിയോഗിച്ചത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മുൻപരിചയമോ പത്രപ്രവർത്തന രംഗത്തുള്ള മുൻപരിചയമോ അല്ലെങ്കിൽ ഒരു പാരമ്പര്യമോ പൈതൃകമോ ഒന്നും ഉള്ള ആളുകളായിരുന്നില്ല. അപ്പോൾ അത് അത്യാവശ്യം വലിയൊരു വായനയോ അങ്ങനെ ഒരു വലിയ വായനയോ ഒരു പാഠമോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തായ അജിത്ത് പറയും, ഈ കൗമുദിയുടെ ഇതിനകത്ത് കയറിയാൽ സിനിമയിൽ നമുക്ക് എന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ സിനിമയിൽ എത്തിപ്പെടാം, ഇതിലൊക്കെ ഈ ഇതാണ് ഇതിൻ്റെ സിനിമയുടെ ഒരു കേന്ദ്രം. പേട്ടയിലെ കൗമുദി ഓഫീസ് ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ എനിക്കിത് മനസ്സിലാക്കും. ഞാനൊരു പ്രത്യേകിച്ച് തീരമേഖലയിൽ നിന്ന് വരികയും അത്യാവശ്യം കൊല്ലത്ത് മാത്രം പഠനം ഡിഗ്രി കാലയളവ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരുവനന്തപുരത്ത് വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പേട്ടയിൽ, അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ പേട്ട കൗമുദിയുടെ കോമ്പൗണ്ടിലേക്ക് കയറുന്നത്. അപ്പോൾ അവിടെ ജയചന്ദ്രൻ നായർ സാറിനെ കണ്ടു, കള്ളിക്കാട് രാമേന്ദ്രൻ, EV ശ്രീധരൻ, K വേലപ്പൻ, ഭട്ടതിരി, അങ്ങനെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സാഹിത്യകാരന്മാരും ചലച്ചിത്ര EP ശ്രീകുമാർ, ഷാജി N കരുൺ, ഇങ്ങനെയൊക്കെ ഉള്ളവർ വരികയും പോവുകയൊക്കെ ചെയ്യുന്നൊരു വലിയൊരു കേന്ദ്രമായിരുന്നു പേട്ട. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് ചെറിയ പിള്ളേരെ ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ പ്രസാദ് ലക്ഷ്മണൻ ഒരു ടേബിളും ഇതിൻ്റെ ഈ കുറച്ച് പത്രക്കെട്ടുകളും മറ്റു ഇതിൻ്റെ കുറിപ്പുകളും ഒക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം കേരളാമുദിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഈ വെള്ളി നക്ഷത്രത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനും എഡിറ്ററുമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഞങ്ങളെ ഇതിന് നിയോഗിച്ചു. നിങ്ങൾ പോയിട്ട് പാർവതിയുണ്ട്, പാർവതിയെ കണ്ട് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അജിത്തുമായിട്ട് ഒരു ചെറിയ ടേപ്പ് റെക്കോർഡറും അജിത്തിൻ്റെ കയ്യിൽ യാഷിക്കയുടെ ഒരു ക്യാമറയുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർവതിയെ അവരുടെ വീട്ടിൽ പോയി കാണുന്നു. അപ്പോൾ അജിത്താണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതും ഒക്കെ എല്ലാം. അപ്പോൾ അങ്ങനെ ചില ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് സ്ഥിരമായ ചില ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയാണ് ഞങ്ങൾ. അപ്പം അങ്ങനെ ആ ചോദ്യത്തിനിടയിൽ ഒരു കൗതുകം പോലെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, ബീച്ചിൽ കടൽ തീരത്ത് പോകാറുണ്ടോ? അപ്പോൾ കടൽ തീരത്ത് പോകാറുണ്ട്. അപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന്. അപ്പോൾ അവരുടെ ഒരു ഉത്തരം വളരെ ഡിഫറൻ്റ് ആയിരുന്നു. അവർ പറഞ്ഞു, കടൽ തീരത്ത് ചെന്നിരിക്കുമ്പോൾ ഞാൻ കടലിനടിയിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കും. അവിടെ ഒരു കൊട്ടാരം, അവിടെ അങ്ങനെ അതിൽ പുഴപ്പുറ്റുകൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു കടലിനടിയിലെ ഒരു കൊട്ടാരത്തെക്കുറിച്ചൊരു സാങ്കല്പികമായിട്ടുള്ളൊരു മറുപടി. അത് വളരെ അന്ന് ആ സമയത്ത് ഈ കിരീടം പോലെയുള്ള സിനിമയൊക്കെ വന്ന് മലയാളത്തിലെ ഒന്നാം നിര നായികയാണ് പാർവതി. അപ്പോൾ ആ ഇൻ്റർവ്യൂവിലെ ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും എഡിറ്റർ അതിനകത്തുനിന്ന്, അപ്പോൾ അത് അജിത്താണ് തയ്യാറാക്കി കൊടുത്തത്. അപ്പോൾ അതിനകത്തുനിന്ന് ആ ചോദ്യവും ഉത്തരവും എടുത്തിട്ട് അത് കേരളാമുദിയിൽ അതൊരു പരസ്യം, കടലിനടിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പവിഴക്കൊട്ടാരവും അവിടെ അത് സ്വപ്നം കാണുന്ന മലയാളത്തിലെ നായിക ആരാണ്, വെള്ളി നക്ഷത്രം കാണുക എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം കേരളാമുദി ദിനപത്രത്തിൽ അച്ചടിച്ചു വരിക. അപ്പോൾ നമ്മൾ കൊല്ലത്ത് നിന്നാണ് തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് ആവേശഭരിതരായി. അപ്പോൾ ഇത് കൊള്ളാമല്ലോ. അങ്ങനെ അത് വെള്ളി നക്ഷത്രത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു.